Hello students. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഡെറിവേഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ടോർക്ക് ഇക്വേഷൻ പഠിച്ചു, മാക്സിമം ടോർക്ക് കണ്ടീഷൻ ഒക്കെ പഠിച്ചു. ഇനി ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത് ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട്സും. First, you can discuss about torque slip characteristics. നിങ്ങൾക്കറിയാം, motor torque under running condition is given by torque is equal to K1 S E2 square R2 divided by R2 square plus S X2 whole square. ഇത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ടോർക്ക് സ്ലിപ്പ് ക്യാര വരയ്ക്കുന്നത്. If a curve is drawn between the torque and slip for a particular value of rotor resistance R2, the graph thus obtained is called torque slip characteristics. ഇപ്പോൾ എന്താണ് ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഒരു റോട്ടർ റെസിസ്റ്റൻസ്, നമുക്ക് ഇഷ്ടമുള്ളൊരു റോട്ടർ റെസിസ്റ്റൻസ് എടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തത് R2 എന്നുള്ള വാല്യൂ എടുത്തു, റോട്ടർ റെസിസ്റ്റൻസ് R2 ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുത്തു. അപ്പോൾ ആ R2ലുള്ള ടോർക്കിൻ്റെയും സ്ലിപ്പിൻ്റെയും തമ്മിലുള്ള കർവ് വരച്ചാൽ കിട്ടുന്നതാണ് ടോർക്ക് സ്ലിപ്പ് ക്യാര. ഓക്കെ, ഇതാണ് ഒരു ടോർക്ക് സ്ലിപ്പ് കർവ്സ്. കണ്ടില്ലേ? ഇത് എക്സ് ആക്സിലുള്ള കൊടുത്തുള്ള പെർസെൻറ്റേജ് സ്ലിപ്പ് 0 മുതൽ 100% വരെ കൊടുത്തിട്ടുണ്ട്. വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ഫുൾ ലോഡ് ടോർക്ക്. ഇത് ഓരോ വാല്യൂ R2അനുസരിച്ചാണ് ഇത് ഒരു പെർട്ടിക്കുലർ R2 നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇത് വിത്ത് ലാർജ് റോട്ടർ റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. വിത്ത് ലോ റോട്ടർ റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് ലോ റോട്ടർ റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു മീഡിയം റോട്ടർ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരും. എല്ലാത്തിനും മാക്സിമം ടോർക്ക് സെയിം ആയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മാക്സിമം ടോർക്ക് സെയിം ആയിരിക്കും. ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക്. സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയാൻ സ്റ്റാർട്ടിംഗ് സമയത്ത് സ്ലിപ്പ് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? അപ്പോൾ സ്ലിപ്പ് 1 ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ 100% ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ടോർക്കാണ് സ്റ്റാർട്ടിംഗ് ടോർക്ക്. ഓക്കെ, ഇതാണ് ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഗ്രാഫിൽ നിന്ന്, ആ കർവിൽ നിന്ന് നമുക്ക് 4 പോയിന്റ്സ് ആണ് മെയിനായിട്ട് കിട്ടുക. അപ്പോൾ ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. അറ്റ് എസ് ഈക്വൽ ടു 0 ടോർക്ക് ഈക്വൽ ടു 0 സോ ദാറ്റ് ടോർക്ക് സ്ലിപ്പ് കർവ്സ് സ്റ്റാർട്ട് ഫ്രം ദി ഒറിജിൻ. എന്താ പറയുന്നത്? സ്ലിപ്പ് 0 ആകുമ്പോൾ ടോർക്ക് 0 ആണ് അല്ലേ? ഗ്രാഫ് കണ്ടില്ലേ? അതുകൊണ്ട് ടോർക്ക് സ്ലിപ്പ് കർവ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? ഒറിജിനിൽ നിന്നാണ് കർവ് സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് എന്താ? അറ്റ് നോർമൽ സ്പീഡ് ഓർ സ്ലിപ്പ് ഈ സ്മോൾ, അറ്റ് നോർമൽ സ്പീഡ് സ്ലിപ്പ് ഈസ് സ്മോൾ സോ ദാറ്റ് Sx2 is negligible as compared to R2. Torque proportional to S by R2, which is proportional to S, as R2 is constant. Hence, torque slip curve is a straight line from 0 to a slip that corresponds to full load. എന്താ പറഞ്ഞത്? നോർമൽ സ്പീഡിൽ സ്ലിപ്പ് സ്മോളാണ്. ഇപ്പോൾ സ്ലിപ്പ് സ്മോൾ ആയതുകൊണ്ട് തന്നെ Sx2 എന്നുള്ള വാല്യൂ, അതിൻ്റെ റിയാക്റ്റൻസ് വാല്യൂ നെഗ്ലിജിബിൾ ആയിരിക്കും. കാരണം എസിൻ്റെ വാല്യൂ സ്മോൾ ആയതുകൊണ്ട് Sx2 എന്തായിരിക്കും? നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പോൾ ടോർക്ക് എന്തിന് പ്രപ്പോർഷനിലാണ്? S എന്നതിന് മാത്രമേ പ്രപ്പോർഷനുള്ളൂ. കാരണം R2 കോൺസ്റ്റന്റ് ആണല്ലോ. ടോർക്ക് ശരിക്കും S by R2 പ്രപ്പോർഷനില്ല. പക്ഷെ R2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ടോർക്ക് പ്രപ്പോർഷണൽ ടു സ്ലിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ടോർക്ക് സ്ലിപ്പ് കർവ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. കാരണം ടോർക്ക് പ്രപ്പോർഷണൽ ടു സ്ലിപ്പ് ആയതുകൊണ്ട് തന്നെ ടോർക്ക് സ്ലിപ്പ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. Okay.
അപ്പോൾ ഇനീഷ്യലി ആണല്ലോ ഇവിടെയൊക്കെ സ്ട്രെയിറ്റ് ലൈനാണ് കാണിക്കുന്നത്. അതെന്താ വെച്ചാൽ നോർമൽ സ്പീഡിൽ ഫുൾ ലോഡ് വരെ സ്ലിപ്പ് എന്തായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പ് ആയിരിക്കും. അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ടോർക്ക് സ്ലിപ്പ് കർവ് കിട്ടുക. നെക്സ്റ്റ് പോയിന്റ് എന്താ, ആസ് സ്ലിപ്പ് ഇൻക്രീസസ് ബിയോണ്ട് ദ ഫുൾ ലോഡ് സ്ലിപ്പ് ദ ടോർക്ക് ഇൻക്രീസസ് and becomes maximum at S equal to R2 by X2. This maximum torque in an induction motor is called pull-out torque or breakdown torque. പിന്നെ ഫുൾ ലോഡ് സ്ലിപ്പ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, സ്ലിപ്പ് ഇൻക്രീസ് എന്ന് വെച്ചാൽ എന്ത് ഇൻക്രീസ് ചെയ്യും, ടോർക്ക് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ടോർക്ക് ഇൻക്രീസ് ചെയ്ത് ടോർക്ക് മാക്സിമം വാല്യൂ കിട്ടുക സ്ലിപ്പ് S equal to R2 by X2 എന്നുള്ള കണ്ടീഷനിലാണ്. നമ്മൾ ഇത് ടോർക്ക് മാക്സിമം ടോർക്കിന്റെ കണ്ടീഷൻ ഡെറൈവ് ചെയ്തപ്പോൾ കാര്യം പറഞ്ഞു. മാക്സിമം ടോർക്ക് കിട്ടുന്ന സമയത്തുള്ള സ്ലിപ്പ് എന്തായിരിക്കും, R2 by X2 ആയിരിക്കും. ഇല്ലേ, മാക്സിമം ടോർക്ക് തന്നെ. ആ മാക്സിമം ടോർക്കിന്, ഇൻഡക്ഷൻ മോട്ടറിലുള്ള മാക്സിമം ടോർക്കിന് പറയുന്ന പേരാണ് പുൾ ഔട്ട് ടോർക്ക് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ടോർക്ക്. എന്താണ്, പുൾ ഔട്ട് ടോർക്ക് ഓർ break down torque. Okay, next point എന്താ, when slip is increases beyond that corresponding to maximum torque, the term S square S2 square increases very rapidly so that R2 square may be neglected as compared to S square X2 square. Therefore torque is proportional to S by S square X2 square, which means torque now is inversely proportional to S. Okay, thus the torque is now inversely proportional to slip, hence torque slip curve is a rectangular hyperbola. അപ്പോൾ മാക്സിമം ടോർക്കിന് ശേഷം നിങ്ങൾ കണ്ടു അല്ലേ, ടോർക്ക് സ്ലിപ്പ് കർവ് തിരിച്ച് താഴേക്ക് വരുന്ന കണ്ടില്ലേ, റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പാണ് കിട്ടുന്നത്. കാരണം എന്താണ്, മാക്സിമം ടോർക്ക് കഴിഞ്ഞാൽ S square X2 square എന്ന ടേം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ R2 സ്ക്വയറിനെ അപേക്ഷിച്ച് അതെന്തായിരിക്കും, R2 സ്ക്വയർ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. കാരണം S square S2 സ്ക്വയറിനെ അപേക്ഷിച്ച് R2 സ്ക്വയറിന്റെ വാല്യൂ ലെസ് ആയിരിക്കും. അപ്പോൾ അത് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ടോർക്ക് എന്തിന് പ്രൊപ്പോർഷനിലായിരിക്കും ആ സമയത്ത്, S by S square X2 സ്ക്വയർ പ്രൊപ്പോർഷൻ. ടോർക്കിന് ഇക്വേഷൻ ശരിക്കും ഓർമ്മ വേണം. അപ്പോൾ ടോർക്ക് എന്തിന് പ്രൊപ്പോർഷനിലായിരിക്കും ആ സമയത്ത്, S by S square X2 സ്ക്വയർ. ഇപ്പോൾ X2 നമ്മൾ കോൺസ്റ്റന്റ് ആക്കി എടുത്തു എന്നുണ്ടെങ്കിൽ S2 കോൺസ്റ്റന്റ് ആണല്ലോ, അപ്പോൾ എക്സും എസ് ക്യാൻസൽ ആയി ടോർക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പിന് കിട്ടി. ടോർക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് എന്തായിരിക്കും, റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും അല്ലേ. അപ്പോൾ ഗ്രാഫ് അതാണ്, നിങ്ങൾക്ക് മാക്സിമം ടോർക്കിന് ശേഷം ആ കഴിഞ്ഞ ഗ്രാഫ് കണ്ടില്ലേ, താഴേക്ക് പോകുന്ന കണ്ടില്ലേ, അത് എന്തിൻ്റെ റീസൺ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതാണ് ടോർക്ക് സ്ലിപ്പ് കർവ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് എഫക്റ്റ് ഓഫ് റോട്ടർ റെസിസ്റ്റൻസ് അപ്പോൾ ടോർക്ക് സ്ലിപ്പ് ഓർ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ടോർക്ക് സ്ലിപ്പ് അതുപോലെ തന്നെ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ റോട്ടർ റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റ് ആ ഗ്രാഫിനെ, ആ കർവിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് നോക്കാം. ഇത് നമ്മൾ പറഞ്ഞ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് പോയിന്റ്, for a constant voltage, constant supply voltage, the when rotor resistance R2 is very small compared with the SX2, the torque for a given slip is directly proportional to R2. എന്താ പറഞ്ഞത്, സപ്ലൈ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ റോട്ടർ റെസിസ്റ്റൻസ്, പിന്നെ റോട്ടർ റെസിസ്റ്റൻസ് നമ്മുടെ റിയാക്റ്റൻസിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാന്ന് വിചാരിക്കാം. R2 is less than SS2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ടോർക്ക് ഫോർ എ ഗിവൺ സ്ലിപ്പ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R2 ആയിരിക്കും അല്ലേ, ഫസ്റ്റ് കഴിഞ്ഞ പറഞ്ഞ പോയിന്റ്. അപ്പോൾ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു R ആയിരിക്കും. ഇനി റോട്ടർ റെസിസ്റ്റൻസ് കൂടി, R2 is large ആണ് when compared to the SS2. അപ്പോൾ ടോർക്ക് എന്തായിരിക്കും, for a given slip is inversely proportional to R2. Torque for a given slip is inversely proportional to R2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം റോട്ടർ റെസിസ്റ്റൻസ് വേരിയേഷൻ. ഗ്രാഫ് നോക്കാം.
ഏത് റോട്ടർ റെസിസ്റ്റൻസ് ആയാലും, ഇപ്പോൾ ഇവിടെ മീഡിയം റോട്ടർ റെസിസ്റ്റൻസിൻ്റെ പഠിച്ചു, ലോ റോട്ടർ റെസിസ്റ്റൻസ്, ലാർജ് റോട്ടർ റെസിസ്റ്റൻസ്. ഏത് റോട്ടർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഏത് വാല്യൂ ആയാലും നമ്മുടെ മാക്സിമം ടോർക്ക് ചേഞ്ച് ചെയ്യില്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ടോർക്ക് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ എന്ത് മാറും? സ്ലിപ്പ് മാറും. റോട്ടർ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അത് മാക്സിമം ടോർക്ക് എത്തുന്ന ആ സ്ലിപ്പിൻ്റെ വാല്യൂ ഓരോ റോട്ടർ റെസിസ്റ്റൻസ് എടുക്കുമ്പോഴും ഓരോ സ്ലിപ്പിൻ്റെ വാല്യൂയിലായിരിക്കും എത്താം. ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും. കണ്ടില്ലേ, ഇവിടെ ഏകദേശം 25% സ്ലിപ്പ് ആകുമ്പോഴാണ് ഒരു ലോ റോട്ടർ റെസിസ്റ്റൻസ് സമയത്ത് മാക്സിമം ടോർക്ക് എത്തിയത്. ഇവർക്ക് ഇവിടെ ഏകദേശം 30% ആയി. ഇവിടെ ഏകദേശം 100% മാക്സിമം ടോർക്ക് എത്തിയത് ലാർജ് റോട്ടർ റെസിസ്റ്റൻസ് ആകുമ്പോൾ. അപ്പോൾ എന്ത് മാത്രം മാറുള്ളൂ? മാക്സിമം ടോർക്ക് എത്തുന്ന സമയത്തുള്ള സ്ലിപ്പിൻ്റെ വാല്യൂ ആ ഡിപ്പെൻസ് എന്ത് ചെയ്യുന്നു? റോട്ടർ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ മാക്സിമം ടോർക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? റോട്ടർ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ലാർജർ ദ റോട്ടർ റെസിസ്റ്റൻസ് ദ ഗ്രേറ്റർ ഇസ് ദ സ്ലിപ്പ് അറ്റ് വിച്ച് മാക്സിമം ടോർക്ക് ഒക്കർ. ഇതാണ് പറഞ്ഞത്. റോട്ടർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുമ്പോൾ അത് മാക്സിമം ടോർക്ക് ഒക്കർ ചെയ്യുന്ന സ്ലിപ്പിൻ്റെ വാല്യൂ എന്തായിരിക്കും? കൂടും. ഇത് മാത്രമേ ഇവിടെ നോക്കാനുള്ളൂ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? R2 SS2 വെരി സ്മോൾ ആണെന്നുണ്ടെങ്കിൽ ടോർക്ക് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R2 ആയിരിക്കും. അതുപോലെ തന്നെ R2 SS2 കമ്പയർ ചെയ്യാൻ വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ടോർക്ക് അറ്റ് ഗിവൺ സ്ലിപ്പ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R2. പിന്നെ പറഞ്ഞത് മാക്സിമം ടോർക്കിൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ടോർക്ക് ഡസ് നോട്ട് ചേഞ്ച്. ബട്ട് എന്ത് ചേഞ്ച് ചെയ്യും? സ്ലിപ്പ് ചേഞ്ച് ചെയ്യും. റോട്ടർ റെസിസ്റ്റൻസ് വാല്യൂ അനുസരിച്ച് മാക്സിമം ടോർക്ക് വാല്യൂ ചെയ്യില്ല, പക്ഷേ സ്ലിപ്പ് എന്ത് ചെയ്യും? വാല്യൂ ചെയ്യും. നെക്സ്റ്റ്, ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എ ടോർക്ക് സ്ലിപ്പ് is proportional to റോട്ടർ റെസിസ്റ്റൻസ് R2. ഇപ്പോൾ ടോർക്ക് കോൺസ്റ്റൻ്റ് ആണ്. ഗിവൺ വാല്യൂ ഓഫ് ടോർക്കിൽ സ്ലിപ്പ് എന്തിന് പ്രൊപ്പോർഷനിലാണ്? റോട്ടർ റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷനിലാണ്. റോട്ടർ റെസിസ്റ്റൻസിന് കൂടുന്നതനുസരിച്ച് സ്ലിപ്പ് എന്ത് ചെയ്യും? കൂടും. അഡീഷൻ ഓഫ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇൻ ദ റോട്ടർ സർക്യൂട്ട് does not lower the torque curve but merely stretches it so that the same torque values occur at lower speed, as shown in figure. Torque slip curve and torque speed curve. ഇതാണ് ടോർക്ക് സ്പീഡ് കർവ്. ഓക്കെ, ടോർക്ക് സ്പീഡ് കർവ് കണ്ടില്ലേ? ഇവിടെ y ആക്സിസിലെ ടോർക്കും x ആക്സിസിലെ പെർസെൻറ്റേജ് സിൻക്രണസ് സ്പീഡും. മാക്സിമം ടോർക്ക് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് മീഡിയം റോട്ടർ റെസിസ്റ്റൻസ് ആകുമ്പോൾ ഇങ്ങനെ, ലോ റോട്ടർ റെസിസ്റ്റൻസ് ആകുമ്പോൾ ഇത് ലാർജ് റോട്ടർ റെസിസ്റ്റൻസ് ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞത് അഡീഷൻ ഓഫ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇൻ ദി റോട്ടർ സർക്യൂട്ട് ഡസ് നോട്ട് ലോവർ ദ ടോർക്ക് curve but merely stretches it so that the same torque values occur at lower speeds. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇപ്പോൾ ടോർക്ക് റെസിസ്റ്റൻസ് കൂടുമ്പോൾ, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് റോട്ടർ സർക്യൂട്ടിലൊക്കെ നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്ത് റോട്ടർ റെസിസ്റ്റൻസ് കൂടിയാൽ, ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ മാക്സിമം ലാർജ് റോട്ടർ റെസിസ്റ്റൻസ് കിട്ടുമ്പോൾ അതിൻ്റെ മാക്സിമം ടോർക്ക് ഒക്കർ ചെയ്യുന്നത് എന്താണ്? മിനിമം സ്പീഡിലാണ് മാക്സിമം ടോർക്ക് ഒക്കെ വരുന്നത്. റോട്ടർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അത് മാക്സിമം ടോർക്ക് ഒക്കെ ചെയ്യുന്ന സ്പീഡിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ റോട്ടർ റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റ് ടോർക്ക് സ്പീഡ് കർവിലും ടോർക്ക് സ്ലിപ്പ് കർവിലും. നെക്സ്റ്റ്, effect of change in supply voltage on torque slip characteristics. സപ്ലൈ വോൾട്ടേജ് ചേഞ്ച് ചെയ്താൽ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ക് എന്ത് സംഭവിക്കും നോക്കാം. നമുക്കറിയാം ടോർക്കിൻ്റെ ഇക്വേഷൻ ടോർക്ക് ഇസ് ഈക്വൽ ടു K into E2 square R2 divided by R2 square X2 square. ഓക്കെ, ഇനി E2 എന്ത് പ്രൊപ്പോർഷനിലാണ്? സപ്ലൈ വോൾട്ടേജ് പ്രൊപ്പോർഷനിലാണല്ലോ, അല്ലേ? കാരണം E2 എന്ത് സപ്ലൈ വോൾട്ടേജ് വാരി ചെയ്യുമ്പോൾ E2 വാരി ചെയ്യും.
അതുകൊണ്ട് നമുക്ക് ഇവിടെ E2 പകരം V എന്ന് സപ്ലൈ വോൾട്ടേജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു K2 ഇൻറ്റു V സ്ക്വയർ R2 ഡിവൈഡ് ബൈ R2 സ്ക്വയർ പ്ലസ് S2 സ്ക്വയർ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠന ഇക്വേഷൻ തന്നെയാണ്. ആ K2 തന്നെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ കിട്ടിയത്? ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റും ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റും കൂടി കൂട്ടുമ്പോഴാണ് K2 കിട്ടുക. ഓക്കെ, വേർ K2 is another constant. അപ്പോൾ ഹിയർ എന്ത് ചെയ്ത് കിട്ടും? ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു V സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ടോർക്ക് എന്ന് പ്രൊപ്പോർഷനിലാണ്, V സ്ക്വയറിന് പ്രൊപ്പോർഷനിലാണ്. Similarly, maximum torque is proportional to V square. മാക്സിമം ടോർക്ക് എന്തിൻ്റെ പ്രൊപ്പോർഷനിലാണ്? V സ്ക്വയറിന് പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ സപ്ലൈ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുമ്പോൾ മാക്സിമം ടോർക്ക് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗ്രാഫ് കണ്ടില്ലേ? ഇതാണ് ഗ്രാഫ്. അപ്പോൾ ഓരോ സപ്ലൈ വോൾട്ടേജ് കിട്ടുമ്പോഴും അതിൻ്റെ ടോർക്കിൻ്റെ ഗ്രാഫ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മാക്സിമം ടോർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സപ്ലൈ വോൾട്ടേജിലും മാക്സിമം ടോർക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സപ്ലൈ വോൾട്ടേജ് കൂടുമ്പോൾ മാക്സിമം ടോർക്ക് കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യും? കൂടും. അതിൻ്റെ ഗ്രാഫ് V3 ഗ്രേറ്റർ ദാൻ V2 ഗ്രേറ്റർ ദാൻ V1 ആണ്. അപ്പോൾ ഗ്രാഫ് എന്ത് ചെയ്യും? സപ്ലൈ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ മാക്സിമം ടോർക്ക് ഒക്കെ ചെയ്യുന്ന പോയിന്റും കൂടും. സ്റ്റാർട്ടിംഗ് ടോർക്ക് ആസ് വെൽ ആസ് മാക്സിമം ടോർക്ക് ഈസ് വെരി സെൻസിറ്റീവ് ടു ചേഞ്ചസ് ഇൻ ദി വാല്യൂ ഓഫ് സപ്ലൈ വോൾട്ടേജ്. Slip at maximum torque occurs remains same, S equal to R2 by X2 independent of supply voltage, while the value of maximum torque comes down with a decrease in applied voltage. സ്ലിപ്പ് എന്തായിരിക്കും? കണ്ടില്ലേ, ഇവിടെ സ്ലിപ്പ് കോൺസ്റ്റന്റ്. മാക്സിമം ടോർക്ക് ഒക്കർ ചെയ്യുന്ന സ്ലിപ്പ് എപ്പോഴും കോൺസ്റ്റന്റ്. അത് R2 by X2 ഡിപ്പെൻഡ് ചെയ്യുന്ന സപ്ലൈ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ആ സപ്ലൈ വോൾട്ടേജിന്റെ ടോർക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? സപ്ലൈ വോൾട്ടേജ് മാക്സിമം ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ സപ്ലൈ വോൾട്ടേജ് കുറഞ്ഞതനുസരിച്ച് മാക്സിമം ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും? കുറയും. സപ്ലൈ വോൾട്ടേജ് കൂട്ടിയാലും മാക്സിമം ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് കൂട്ടും. പക്ഷേ അതിന്റെ സ്ലിപ്പ് എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് 3-phase ഇൻഡക്ഷൻ മോട്ടോർ. ഇത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിലും ഫർദർ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ഇക്വലന്റ് സർക്യൂട്ട് വേണം. നിങ്ങൾ സിലബസിൽ ഇക്വലന്റ് സർക്യൂട്ട് എന്നുള്ള സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല EDSന്റെ സിലബസിൽ. എന്നാലും നമുക്കത് ഡിസ്കസ് ചെയ്ത് പോവാം. ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് 3-phase ഇൻഡക്ഷൻ മോട്ടോർ വളരെ സിമ്പിളാണ്. കാരണം നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിൽ ട്രാൻസ്ഫോമർ പഠിച്ചു, അതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ടും അതിൻ്റെ ഫേസർ ഡയഗ്രം എല്ലാം പഠിച്ചതാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഇക്വലന്റ് സർക്യൂട്ടുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഇക്വലന്റ് സർക്യൂട്ടാണ് 3-phase ഇൻഡക്ഷൻ മോട്ടോറിനുള്ളത്. ഓക്കെ, ഓരോന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. In view of the similarity of the flux and voltage condition to those in a transformer, one can expect that the equivalent circuit of induction motor will be similar to that of a transformer. കാരണം ഇതിൻ്റെ ഫ്ലക്സും അതിൻ്റെ വോൾട്ടേജ് കണ്ടീഷനും ഒക്കെ ട്രാൻസ്ഫോമറുമായിട്ട് ഈക്വൽ ആണ്. നമ്മൾ ഏകദേശം പറഞ്ഞതാണ് സെക്കൻഡറി ഓഫ് ട്രാൻസ്ഫോമർ റൊട്ടേറ്റിംഗ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇൻഡക്ഷൻ മോട്ടറിനെ പോലെയായി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ടും ട്രാൻസ്ഫോമറുമായിട്ട് സിമിലർ ആയിരിക്കും. ഓക്കെ, ഇനി ഓരോ സർക്യൂട്ടും സ്റ്റാറ്റർ സർക്യൂട്ട്, റോട്ടർ സർക്യൂട്ടൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഇക്വലന്റ് സർക്യൂട്ട് കണ്ടല്ലോ. ഇപ്പോൾ ഇതാണ് ഒരു ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയാം. അപ്പോൾ ഈ ഇക്വലന്റ് സർക്യൂട്ട് കണ്ടില്ലേ, കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഏകദേശം എന്തുപോലെ ഉണ്ട്? ട്രാൻസ്ഫോമറിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് പോലെ ഉണ്ട് അല്ലേ? സെയിം അതുപോലെ തന്നെ. അതിൻ്റെ പ്രൈമറി സെക്കൻഡറി ആണെന്ന് വിചാരിച്ചാൽ ഇവിടെ ഇതാണ് ഒഴിവാക്കിയാൽ ഏകദേശം ട്രാൻസ്ഫോമർ ആയി. ഇത്രേ ഉള്ളൂ. നിങ്ങൾ ട്രാൻസ്ഫോമറിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സീക്വൻസ്, അതുകൊണ്ടാണ് ഇതിൽ ഓൾറെഡി സ്പെസിഫിക് ആയിട്ട് സിലബസിൽ പറയാത്തതും. കാരണം നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. ട്രാൻസ്ഫോമർ പഠിച്ചതോട് കൂടി ഇതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് പഠിച്ചു എന്നാണ്. അപ്പോൾ കാണില്ല, പ്രൈമറി R1 X1 വൈൻഡിങ് കമ്പോണൻറ്റ്, മാഗ്നറ്റൈസിങ് കമ്പോണൻറ്റ്, ഇവിടെ സെക്കൻഡറിയിൽ R2 S2 മെക്കാനിക്കൽ ലോഡ്. ഓക്കെ, ഇനി ഓരോന്ന് സർക്യൂട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ്, സ്റ്റാറ്റർ സർക്യൂട്ട്. The applied voltage per phase to the stator is V1 and R1 and X1 are the stator resistance and leakage reactance per phase respectively. ഇപ്പോൾ സ്റ്റാറ്റർ സർക്യൂട്ട്, ഇവിടെ സ്റ്റാറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് പ്രൈമറി സർക്യൂട്ട്, ട്രാൻസ്ഫോമറിലെ പ്രൈമറി പോലെ തന്നെയാണ് ഇവിടെ സ്റ്റാറ്റർ. അപ്പോൾ സ്റ്റാറ്ററിൽ അപ്ലൈ വോൾട്ടേജ്, സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് സ്റ്റാറ്ററിലേക്കാണ് സപ്ലൈ കൊടുക്കുക. ട്രാൻസ്ഫോമർ പ്രൈമറിക്ക് സപ്ലൈ കൊടുക്കുന്നത് പോലെ ഇൻഡക്ഷൻ മോട്ടറിൽ സ്റ്റാറ്ററിലേക്കാണ് സപ്ലൈ കൊടുക്കുക. അപ്പോൾ സപ്ലൈ കൊടുക്കുന്ന വോൾട്ടേജ് V1, അവിടുത്തെ സ്റ്റാറ്റർ റെസിസ്റ്റൻസ് പെർ ഫേസ് R1, ലീക്കേജ് റിയാക്ടൻസ് പെർ ഫേസ് X1. ഓക്കെ,
Next, the applied voltage V1 produces a magnetic flux which links the stator winding as well as the rotor winding. നമുക്കറിയാം, അപ്പോൾ V1 എന്നുള്ള വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് കാരണം അതിലെന്തുണ്ടാവും, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. അത് സ്റ്റാറ്ററിനെ ലിങ്ക് ചെയ്യും, റോട്ടർ വൈൻഡിങ്ങിനെയും ലിങ്ക് ചെയ്യും. Self-induced EMF E1 is induced in the stator winding and mutually induced EMF E2 dash SE2 or SKE1, where K is the transformation ratio, is induced in the rotor winding. ട്രാൻസ്ഫോമറിൻ്റെ പോലെ തന്നെ സ്റ്റാറ്റർ വൈൻഡിങ്ങിൽ ട്രാൻസ്ഫോമർ പ്രൈമറി ആണല്ലോ സ്റ്റാറ്റർ, അതിൽ EMF ഇൻഡ്യൂസ് ചെയ്യും, അതാണ് E1. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ റോട്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യും, അതാണ് E2. The flow of stator current I1 cause voltage drop in R1 and X1. അതേപോലെ തന്നെ I1 ഫ്ലോ ചെയ്ത് സ്റ്റാറ്റർ കറണ്ട് സ്റ്റാറ്റർ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതാണ് I1. അത് കാരണം അവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ടല്ലോ, R1 X1 ഉണ്ട്, അവിടെ എന്തുണ്ടാവും, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സപ്ലൈ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ അവിടെ എഴുതാൻ പറ്റും. V1 is equal to minus E1 plus I1 into R1 plus JX1. നമ്മൾ ട്രാൻസ്ഫോമറിൽ എഴുതിയ അതേ സെയിം ഇക്വേഷൻ തന്നെ. V1 is equal to minus E1 plus അവിടുത്തെ ലോസസ് I1 R1 plus JX1. When the motor is at no load, the stator windings draws a current I0. It has two components. ഇനി നോ ലോഡിൻ്റെ കേസിൽ, മോട്ടർ നോ ലോഡാണ് കേസാണെങ്കിൽ അവിടെ നോ ലോഡ് കറണ്ട് I0 എന്ത് ചെയ്യും, സ്റ്റാറ്റർ വൈൻഡിങ് എടുക്കും. ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ നോ ലോഡ് ആകുമ്പോൾ നോ ലോഡ് കറണ്ട് ഉണ്ടാവും. അവിടെ രണ്ട് കമ്പോണൻ്റ് ആണ് നോ ലോഡ് കറണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയൺ ലോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കേസിലും നോ ലോഡിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. ഇത് സപ്ലൈസ് എ നോ ലോഡ് മോട്ടർ ലോസസ് ആൻഡ് മാഗ്നറ്റൈസിംഗ് കമ്പോണന്റ് IM which sets the magnetic flux in the core and the air gap. ഇപ്പോൾ ട്രാൻസ്ഫോമർ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഇവിടെ നോ ലോഡിൽ സംഭവിക്കുന്നത്. നോ ലോഡിൽ കറണ്ട് ഒഴുകുന്നുണ്ട്, ആ നോ ലോഡ് കറണ്ട് രണ്ട് കാരണത്തിന് വേണ്ടിയാണ് ഒഴുകുന്നത്. എന്തിനൊക്കെയായിരുന്നു, ഒന്ന് നോ ലോഡ് മോട്ടർ ലോസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ മാഗ്നറ്റൈസിംഗ് കമ്പോണന്റ് IM വേണ്ടിയും. ഓക്കെ, the parallel combination of RC and XM therefore represent the no-load motor losses and the production of magnetic flux respectively. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിനെ പോലെ തന്നെയാണ് ഇവിടെയും അത് കാണിക്കുന്നത്. ആ സർക്യൂട്ട് ഡയഗ്രം കണ്ടല്ലോ, ഇക്വലന്റ് സർക്യൂട്ട് ഡയഗ്രം. അതിൽ R0യും XM എന്തിനായിരുന്നു, വൈൻഡിങ് ലോസും മാഗ്നറ്റിക് ലോസ് കാണിക്കാൻ വേണ്ടി, നോ ലോഡ് കാണിക്കാൻ വേണ്ടിയായിരുന്നു അവിടെ കൊടുത്തിരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ നമുക്ക് നോ ലോഡ് കറണ്ട് ടോട്ടൽ കറണ്ട് I0 is equal to IW plus IM എഴുതാൻ പറ്റും അല്ലേ. കാരണം അവിടെ രണ്ട് കറണ്ട് എന്താണ് സ്പ്ലിറ്റ് ആയിട്ട് ഇവിടെ പോകുന്നുണ്ട്. അപ്പോൾ I0 is equal to IW plus IM. ഇത് തന്നെയാണ് നമ്മൾ ട്രാൻസ്ഫോമറിലും ഇക്വേഷൻ എഴുതിയിരുന്നത് നോ ലോഡ് കറണ്ടിന്. ഇനി റോട്ടർ സർക്യൂട്ട് നോക്കാം. റോട്ടർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സർക്യൂട്ട് പോലെയാണ്, സെക്കൻഡറി വൈൻഡിങ് പോലെയാണ് ഇൻഡക്ഷൻ മോട്ടറിലെ റോട്ടർ സർക്യൂട്ട്. R2 and X2 represent the rotor resistance and standstill rotor reactance per phase respectively. At any slip S, the rotor reactance will be SX2. The induced voltage per phase in the rotor is E2 dash is equal to SE2. ഇവിടുത്തെ പ്രത്യേകത, ട്രാൻസ്ഫോമറിനേക്കാളും ഇവിടെ ഒരു പ്രത്യേകത സ്ലിപ്പ് ഉണ്ട് എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ R2 എന്നുള്ളത് റോട്ടർ റെസിസ്റ്റൻസും X2 എന്നുള്ളത് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ റോട്ടർ കറങ്ങാതിരിക്കുമ്പോൾ കണ്ടീഷനിലുള്ള റോട്ടർ റിയാക്റ്റൻസുമാണ്. റോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്ലിപ്പ് എന്ത് ചെയ്യും, വാരി ചെയ്യും. അപ്പോൾ സ്ലിപ്പ് വാരി ചെയ്യുമ്പോൾ റോട്ടർ റിയാക്റ്റൻസും വാരി ചെയ്യും. റോട്ടർ റിയാക്റ്റൻസ് അറ്റ് എനി സ്ലിപ്പ് S is equal to SX2. അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് റോട്ടർ എന്തായിരിക്കും, SE2 ആയിട്ട് മാറും റോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അതാണ് ട്രാൻസ്ഫോമറിൻ്റെ കാരണം. ട്രാൻസ്ഫോമർ റൊട്ടേറ്റിംഗ് ഇല്ല അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡക്ഷൻ മോട്ടറിൽ ട്രാൻസ്ഫോമർ സെക്കൻഡറി റൊട്ടേറ്റ് ചെയ്താൽ അത് ഇൻഡക്ഷൻ മോട്ടർ പോലെ തന്നെയാണെന്ന്. അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ സ്ലിപ്പിൻ്റെ എഫക്റ്റ് മാത്രമേ ഇവിടെ ഒരു വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. ഈ റോട്ടറിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് നോക്കാം. ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ദി റോട്ടർ. This is the equivalent circuit per phase of rotor slip as at slip S. The rotor phase current is given by I2 dash is equal to ഇവിടുത്തെ induced EMF divided by impedance. ഇവിടുത്തെ EMF എന്തായിരുന്നു, SE2 divided by അവിടെ ടോട്ടൽ ഇംപെഡൻസ് എന്താ, root of R2 square plus SX2 square. Mathematically this value is unaltered by writing it as ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ സ്ലിപ്പ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു, എല്ലാത്തിനെയും സ്ലിപ്പ് വെച്ച് ഡിവൈഡ് ചെയ്തു, ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനെയും. അപ്പോൾ എന്തായി മാറി ഇക്വേഷൻ,
E2 divided by root of R2 by S whole square plus X2 square. Okay? അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ ഫിഗർ വരയ്ക്കാൻ പറ്റും. കിട്ടിയ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്തായിട്ടും ഇങ്ങനെ ഫിഗർ വരയ്ക്കാൻ പറ്റും. ദ റോട്ടർ സർക്യൂട്ട് ദാറ്റ് ഹാസ് എ ഫിക്സ്ഡ് റിയാക്ടൻസ് X2 connected in a series with the variable resistance R2 by S and supplied with a constant voltage E2. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയൊരു കറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മൾ റീറൈറ്റ് ചെയ്ത ഇക്വേഷൻ, അത് വെച്ചിട്ടാണ് ഈ ഫിഗർ വെച്ചിട്ടുള്ളത്. അവിടെ എന്തിനു മാത്രമേ സ്ലിപ്പ് എഫക്റ്റ് ചെയ്യുന്നുള്ളൂ? റെസിസ്റ്റൻസിന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ X2 എന്താണ്? കോൺസ്റ്റന്റ് ആണ്. E2 കോൺസ്റ്റന്റ് ആണ്. റെസിസ്റ്റൻസ് എന്താണ്? വാരിയിങ് ആണ്. R2 by S എന്ന് കിട്ടി. ഇനി ഫിഗർ 2 ട്രാൻസ്ഫേഴ്സ് ദ വേരിയബിൾ ടു ദ റെസിസ്റ്റൻസ് വിത്തൗട്ട് ആൾട്ടറിംഗ് പവർ ഓർ പവർ ഫാക്ടർ കണ്ടീഷൻസ്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്നും നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റെസിസ്റ്റൻസിനെ നമുക്ക് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്താൽ പറ്റും. ഒന്ന് ഇവിടെ R2യും ഒന്ന് R2 × 1/s - 1ഉം. രണ്ട് റെസിസ്റ്റൻസ് ആക്കിയിട്ട് ഇതിനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. R2 by S നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? R2 + R2 × 1/s - 1 എഴുതിക്കോളൂ. ഇതേ ടോട്ടലായിട്ട് സമയത്ത് എന്ത് തന്നെ കിട്ടുക? ഇത് കൂട്ടി കഴിഞ്ഞാൽ R2 by S തന്നെ കിട്ടും. കാരണം നോക്കാം, ഇവിടെ സമയത്ത് മതി. R2 by S - R2 എന്ന് കിട്ടും. -R2 + R2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ R2 by S തന്നെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ സ്പ്ലിറ്റ് ചെയ്താൽ പറ്റില്ലേ മാത്തമാറ്റിക്കലി? അപ്പോൾ എന്ത് പറ്റും? അതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇവിടെ R2ഉം X2ഉം കോൺസ്റ്റന്റ് ആണ്. ഒരു വേരിയബിൾ എന്തുണ്ട്? ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട് RL. അത് R2 × 1 - S - 1 എന്നായി. Okay, the quantity R2 by S is greater than R2 since S is a fraction. Therefore, R2 by S can be divided into a fixed part R2 and variable part R2 by S minus R2. Okay, അപ്പോൾ ഇങ്ങനെയാണ് റോട്ടർ റെസിസ്റ്റൻസിൻ്റെ റോട്ടർ സർക്യൂട്ടിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട്. ഓക്കെ, റോട്ടറിൻ്റെ ഇക്വലന്റ് സർക്യൂട്ടാണ് ഇത്. ഇനി നമുക്ക് ഡിഡക്ഷൻ ഓഫ് ഇക്വലന്റ് സർക്യൂട്ട്. ഇപ്പോൾ നമുക്ക് സ്റ്റാറ്ററിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് കിട്ടി, റോട്ടറിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഇക്വലന്റ് സർക്യൂട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. കണ്ടില്ലേ, ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് പോലെ ഉണ്ട്. ഇവിടെ എക്സ്ട്രാ ആയിട്ടൊരു സ്ലിപ്പ് ഉണ്ടായത് കൊണ്ട് സെക്കൻഡിൽ ഒരു ചെറിയൊരു മാറ്റമുണ്ട്, അത്രേ ഉള്ളൂ ഗ്രാഫിൽ. The mechanical load on the motor has been replaced by an equivalent electrical resistance RL given by RL is equal to R2 × 1/s - 1. ഇത്രയേ ഉള്ളൂ ഈ ഗ്രാഫിൽ, ഈ ഇക്വലന്റ് സർക്യൂട്ടിൽ ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അല്ല, ബാക്കിയൊക്കെ അതുപോലെ തന്നെ നേരത്തെ കിട്ടിയ അതുപോലെ തന്നെ പ്രൈമറി സ്റ്റാറ്ററിലുള്ള ഇക്വലന്റ് സർക്യൂട്ട് R1 X1, പിന്നെ അവിടെ RC XM മാഗ്നറ്റൈസിങ് കമ്പോണന്റ് വൈൻഡിങ് റെസിസ്റ്റൻസ് പോകുന്ന കണ്ടില്ലേ. അതുപോലെ തന്നെ പ്രൈമറി നേരെ സെക്കൻഡറി റോട്ടർ വന്നു. സെക്കൻഡറിയിൽ R2 ഒരു കോൺസ്റ്റന്റ് റെസിസ്റ്റൻസ് R2 X2 ഉണ്ട്. അവിടെ ഒരു ലോഡ് വാരിയബിൾ ലോഡായിട്ട് വന്നു R2 × 1/s - 1 എന്നുള്ളത്. സോ നമ്മൾ ഇതുപോലെ കിട്ടിയ രണ്ട് ഇക്വലന്റ് സർക്യൂട്ടും കൂടി കമ്പൈൻ ചെയ്ത് വരച്ചു. അടുത്തത് when shifting the resistance per reactance from secondary to primary. നമ്മൾ നേരത്തെ ട്രാൻസ്ഫോമറിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റെസിസ്റ്റൻസ് സെക്കൻഡറി ഇതിനെ പ്രൈമറിയിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്തു. ഇത് നമ്മൾ കഴിഞ്ഞ ട്രാൻസ്ഫോമറിനെ കേസിൽ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ വെച്ചിട്ട്. അപ്പോൾ when shifting the resistance or reactance from secondary to primary, it should be divided by the K2, whereas current should be multiplied by K and voltage should be divided by K. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ട്രാൻസ്ഫോമറിൻ്റെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതാണ്. എങ്ങനെയാണ് ഡിവൈഡ് ബൈ കെ വരുന്നത്, എങ്ങനെയാണ് മൾട്ടിപ്ലൈ ബൈ കെ വരുന്നത്. സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾ ഒന്നും കൂടി നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ എങ്ങനെയുണ്ട് നോക്കാം. കണ്ടില്ലേ, ഇവിടെ എന്താണ്, ഇത് പ്രൈമറി സർക്യൂട്ട് തന്നെ. സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് റെസിസ്റ്റൻസ് എന്തായി, R2/K² എന്നായി. അതുപോലെ റിയാക്ഷൻ X2' = X2/K² എന്നായി. അതുപോലെ തന്നെ ലോഡ് RL' = R2/K² × 1/s - 1 എന്നായി. ഇത്രയേ ഉള്ളൂ. അതായത് ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ റെഫേർഡ് ടു പ്രൈമറി. ഓക്കെ,
സിമ്പിളാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വലന്റ് സർക്യൂട്ട് റെഫർ ടു സെക്കൻഡ് ആണ് വരച്ച് നോക്കാം. നെക്സ്റ്റ് പഠിക്കാനുള്ളത് അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ. അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ ഇൻഡക്ഷൻ മോട്ടർ. ആസ് ഇൻ കേസ് ഓഫ് എ ട്രാൻസ്ഫോമർ, the approximate equivalent circuit of an induction motor is obtained by shifting the shunt branch RC XM to the input terminal as shown figure. നമ്മൾ ട്രാൻസ്ഫോമറിൽ ഇക്വലന്റ് സർക്യൂട്ട് അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് വരച്ച അതുപോലെ തന്നെയാണ് ഇൻഡക്ഷൻ മോട്ടറിലും അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് വരക്കാം. ഇവിടെ ഈ ടേമിനെ ആർ സിയും എക്സമും ഉള്ള വൈൻഡിങ് റെസിസ്റ്റൻസും മാഗ്നറ്റൈസിങ് കമ്പോണന്റുള്ള ഈ ടേം എന്ത് ചെയ്യും, നേരെ തുടക്കത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെക്കും. ആ എന്തുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞതാണ്. അപ്പോൾ സമയം വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ട് അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫോമറിന് ആ വീഡിയോ കാണുക, അല്ലെങ്കിൽ ആ നോട്ട്സ് ഒന്ന് വായിച്ച് നോക്കുക. കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈമറിയിലേക്ക് എന്ത് ചെയ്യുന്നു, അവിടുത്തെ അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് വരച്ച പോലെ തന്നെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെയും ഈ കമ്പോണന്റ് നമ്മൾ പ്രൈമറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. The step has taken on the assumption that the voltage drop in R1 X1 is small and the terminal voltage V1 does not appreciably differ from the induced voltage E1. ഇതേപോലെ റീസൺ ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്, ഈ R1ഉം X1ഉം എന്താണ്, അതിലുണ്ടാകുന്ന ഡ്രോപ്പ് വളരെ നെഗ്ലിജിബിൾ ഡ്രോപ്പാണ്, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ V1ഉം E1ഉം തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഷിഫ്റ്റിംഗ് സാധ്യമാവുന്നത്. ഓക്കെ, അപ്പോൾ കിട്ടുന്ന അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ടാണ് ഇത്. ഇവിടെ എന്താ ഈ I1 ഇവിടെ വരെയുള്ളൂ. I1 I0 എന്താ രണ്ട് കമ്പോണൻ്റായി W പ്ലസ് IM. ഇവിടെ I2 ഡാഷ് ഇസിക്കൽ ടു K I2 ഡാഷ്. R1 X1 R2 ഡാഷ് ഉള്ളത് R2 ബൈ K സ്ക്വയർ, X2 ഡാഷ് X2 ബൈ K സ്ക്വയർ, ലോഡ് R2 ബൈ K സ്ക്വയർ ഇൻറ്റു 1 ബൈ S മൈനസ് 1. ഇത്രയേ ഉള്ളൂ ഇക്വലന്റ് സർക്യൂട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് തോന്നുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ ആ ഇക്വലന്റ് സർക്യൂട്ടിൻ്റെ ഏരിയ എന്ത് ചെയ്യുക നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഇക്വലന്റ് സർക്യൂട്ടിൽ ഡൗട്ട് തോന്നുന്നുള്ളവരുണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ ആ വീഡിയോസ് അല്ലെങ്കിൽ അതിൻ്റെ നോട്ട്സ് ഒന്നും കൂടി നോക്കിയിട്ട് ഒന്നും കൂടി കണ്ടാൽ മനസ്സിലാവും. ഈ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെസ്റ്റ് ഓൺ ഇൻഡക്ഷൻ മോട്ടറാണ്. നോ ലോഡ് ടെസ്റ്റും ബ്രോക്കർ ലോഡ് ടെസ്റ്റുമാണ് നമുക്ക് മെയിനായിട്ട് EDCIൻ്റെ സിലബസിൽ പറയുന്നത്. അത് രണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.